ഓപ്പറേഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇക്വാളിറ്റി ഓഫ് മെട്രിസസ്, അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഈ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ ഇക്വാളിറ്റി ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇത് നമ്മൾ അഡിഷനിലേക്കും ഡിഫറൻസിലേക്കും മൾട്ടിപ്ലിക്കേഷനുമാണ് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Let A equal to matrix first row 2 4, second row 3 2. B equal to matrix first row 1 3, second row -2 5. And C equal to matrix first row -2 5, second row 3 4. Find each of the following. നമുക്കിവിടെ താഴെ 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഓരോന്നും കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 1, A plus B. A plus B. എയും ബി രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യുന്ന കണ്ടീഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാൽ എന്താ കണ്ടീഷൻ? രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യണമെങ്കിൽ രണ്ട് മെട്രിക്സിന്റെയും ഓർഡർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞു. രണ്ട് മെട്രിക്സിന്റെ ഓർഡർ സെയിം അല്ലേ? സെയിം ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? രണ്ട് മെട്രിക്സിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. എയുടെ ഫസ്റ്റ് എലമെന്റ് 2, ബിയുടെ ഫസ്റ്റ് എലമെന്റ് 1 അല്ലേ? 2 + 1 എത്ര? 3. അടുത്തത് 4 + 3 7. The second row 3 plus -2, 3 plus -2 എത്ര? 1. Next 2 plus 5 7. A plus B എന്ത് കിട്ടി? ഫസ്റ്റ് റോ 3 7, സെക്കൻഡ് റോ 1 7. മനസ്സിലായോ? നിങ്ങൾ നോക്കുക, രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ രണ്ട് മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇവിടെ നോക്കേ, രണ്ട് റോയും രണ്ട് കോളവും, ഇതിനും രണ്ട് റോയും രണ്ട് കോളം. അപ്പൊ ഇതിന്റെ ഓർഡർ എന്താ? 2/2 അല്ലേ? രണ്ട് മെട്രിക്സിന്റെ ഓർഡർ സെയിം ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഫസ്റ്റ് എലമെന്റ് നോക്കിയ 2, ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് 1, 2 + 1 3, 4 + 3 7. ഫസ്റ്റ് റോ തമ്മിൽ ആഡ് ചെയ്തു. അടുത്ത സെക്കൻഡ് റോ 3 + -2 1, 2 + 5 7. സെക്കൻഡ് റോ ആഡ് ചെയ്തു. സോ നമുക്ക് A plus B കിട്ടി. കറക്റ്റ് അല്ലേ? ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? A minus B ആണ്. A minus B. മൈനസ് ചെയ്യുന്നതും ആഡ് ചെയ്യുന്നതും ഒരേ കണ്ടീഷൻ എന്താ? രണ്ട് മെട്രിക്സിന്റെ ഓർഡർ സെയിം ആണെങ്കിൽ നമുക്ക് മൈനസ് ചെയ്യാൻ കഴിയും. A minus B യുടെ ഓർഡർ സെയിം ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. A minus B എന്ത് കിട്ടും? 2 - 1 1, 4 - 3 1. ഈ സെക്കൻഡ് റോ 3 - -2, 3 - -2 എത്ര? 5 അല്ലേ? അടുത്ത 2 - 5 -3. കറക്റ്റ് അല്ലേ? നമുക്ക് എന്ത് കിട്ടി? A minus B കിട്ടി. ശരിയല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, AB ആണ്. A into B. AB. എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യാനാണ്. മൾട്ടിപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്താ? രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിന്റെ കോളത്തിന്റെ എണ്ണവും സെക്കൻഡ് മെട്രിക്സിന്റെ റോയുടെ എണ്ണവും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. എയുടെ എത്ര കോളം ഉണ്ട്? എക്ക് 1 2 രണ്ട് കോളം. ബിക്ക് എത്ര റോ ഉണ്ട്? 1 2 രണ്ട് റോ. ഇതിന്റെ കോളത്തിന്റെ എണ്ണവും ഇതിന്റെ റോയുടെ എണ്ണവും സെയിം അല്ലേ? കോളത്തിന്റെ എണ്ണവും റോയുടെ എണ്ണവും സെയിം ആണ്. നമുക്ക് എയും ബിയും തമ്മിൽ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. A into B. ഇനി ശ്രദ്ധിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുന്ന എങ്ങനെ നോക്കുക. റോയും കോളവും തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ് ഏതാ? 2 അല്ലേ? ആദ്യം 2നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 into 1, 2 into 1. Then പ്ലസ് ഇനി സെക്കൻഡ് എലമെന്റ് ഉണ്ട്. ഈ കോളത്തിന്റെ സെക്കൻഡ് എലമെന്റിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4 into -2, 4 into -2. ശ്രദ്ധിക്കുക, റോയും കോളവും തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 2 into 1 പ്ലസ് 4 into -2. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിനാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 2 into 3, 2 into 3 പ്ലസ് 4 into 5, 4 into 5. ഫസ്റ്റ് റോ കൊണ്ട് രണ്ട് കോളത്തിനെ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോ കൊണ്ട് ഇതുപോലെ രണ്ട് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സെക്കൻഡ് റോ 3 into 1, 3 into 1 പ്ലസ് 2 into -2, 2 into -2. ഇനി സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളം 3 into 3, 3 into 3 പ്ലസ് 2 into 5, 2 into 5. രണ്ട് റോ കൊണ്ടും രണ്ട് കോളത്തിനെ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. Then 2 into 1 എത്ര? 2 അല്ലേ? 2 പ്ലസ് 4 into -2 -8. 2 into 3 6 plus 4 into 5 20. 3 into 1 3 plus 2 into -2 -4. 3 into 3 9 plus 2 into 5 10. Then 2 plus -8 -6. 6 plus 20
സെക്കൻഡ് റോ -1 19. മനസ്സിലായോ? ഒന്നുകൂടെ നോക്കേ. രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഫസ്റ്റ് മെട്രിക്സിന്റെ കോളത്തിന്റെ എണ്ണവും സെക്കൻഡ് മെട്രിക്സ് റോയുടെ എണ്ണവും സെയിം ആയിരിക്കണം. ഇവിടെ സെയിം ആണ്. സോ എയും ബി കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? റോയും കോളം തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആദ്യം ഫസ്റ്റ് റോ കൊണ്ട് രണ്ട് കോളം, ഇവിടെ രണ്ട് കോളം മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് റോ കൊണ്ട് രണ്ട് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം 2 × 1 നമ്മൾ ചെയ്തു, പ്ലസ് 4 × -2. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം അതുപോലെ ചെയ്യണം. അതുപോലെ സെക്കൻഡ് റോ കൊണ്ട് ഈ രണ്ട് കോളത്തെ അതുപോലെ ചെയ്തു. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? -6 26 -1 19. മനസ്സിലായല്ലോ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. 3a - c. അടുത്ത ക്വസ്റ്റ്യൻ 3a - c. അത് നമ്മൾ 3a കണ്ടുപിടിക്കണം. അതായത് എ എന്ന മെട്രിക്സിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എ എന്ന മെട്രിക്സിലെ ഓരോ എലമെന്റിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 3 × 2 6, 3 × 4 12, 3 × 3 9, 3 × 2 6. നമുക്ക് 3a കിട്ടി. Then -c നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്. ഫസ്റ്റ് റോ -2 5, സെക്കൻഡ് റോ 3 4. രണ്ട് മൈനസ് ചെയ്ത് എങ്ങനെയാ? കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ മൈനസ് ചെയ്താൽ മതി. 6 - -2 മൈനസ് എന്താ? പ്ലസ് ആവും. 6 + 2 എത്ര? 8. 12 - 5 12 - 5 7. 9 - 3 6. 6 - 4 = 2. നമുക്ക് എന്ത് കിട്ടി? 3a - c കിട്ടി. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കമ്പ്യൂട്ട് ദ ഫോളോയിങ്. രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. നമുക്ക് മെട്രിക്സ് ആഡ് ചെയ്യാനാണ്. രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യണമെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് ഏതാ? a² + b² പ്ലസ് ഇവിടുത്തത് 2ab. അടുത്തത് b² + c² പ്ലസ് 2bc. ഫസ്റ്റ് റോ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോ തമ്മിൽ ആഡ് ചെയ്യണം. ഇവിടെ a² + c² പ്ലസ് -2ac. അടുത്തത് a² + b² പ്ലസ് -2ab. പ്ലസിന്റെ മൈനസ് എന്താ? മൈനസ് അല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? മൈനസ് വരും. ഇവിടെ പ്ലസിന്റെ മൈനസ് എന്ത് വരും? മൈനസ് വരും. ഓക്കെ അല്ലേ? ഫസ്റ്റ് നോക്കേ. ഫസ്റ്റ് എലമെന്റ് ഏതാ? a² + b² പ്ലസ് 2ab. നമ്മൾ പഠിച്ചിട്ടുണ്ട്. a² + b² പ്ലസ് 2ab എന്ന് പറഞ്ഞാൽ എന്താ? a + b the whole square ആണ്. a + b the whole square. അടുത്ത രണ്ടാമത്തെ എലമെന്റ് നോക്കേ. b² + c² പ്ലസ് 2bc ആണ്. b² + c² പ്ലസ് 2bc എന്ന് പറഞ്ഞാൽ എന്താ? b + c the whole square ആണ്. അടുത്തത് a² + c² മൈനസ് 2ac ആണ്. അപ്പൊ എന്ത് വരും? a - c the whole square. അടുത്തത് a² + b² മൈനസ് 2ab എന്ന് പറഞ്ഞാൽ എന്താ? a - b the whole square. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യാനാ. നോക്കിക്കേ. ഫസ്റ്റ് എലമെന്റ് cos² x പ്ലസ് sin² x. cos² x പ്ലസ് sin² x. സെക്കൻഡ് എലമെന്റ് sin² x പ്ലസ് cos² x. sin² x പ്ലസ് cos² x. സെക്കൻഡ് റോ sin² x പ്ലസ് cos² x. sin² x പ്ലസ് cos² x. അടുത്ത എലമെന്റ് cos² x പ്ലസ് sin² x. cos² x പ്ലസ് sin² x. നമ്മൾ പഠിച്ചിട്ടുണ്ട് sin² x പ്ലസ് cos² x എന്താ? 1 അല്ലേ? ഇതെല്ലാം അത് തന്നെയല്ലേ? sin² x പ്ലസ് cos² x അല്ലേ? അപ്പൊ ഇതെല്ലാം എന്ത് വരും? 1 വരും. അപ്പൊ എല്ലാ എലമെന്റും എന്ത് കിട്ടി? 1 കിട്ടി. കറക്റ്റല്ലേ? മനസ്സിലായോ? മെട്രിക്സ് അഡിഷന്റെ പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി നമ്മൾ പോകുന്ന മൾട്ടിപ്ലിക്കേഷനിലേക്കാണ്. കമ്പ്യൂട്ട് ദ ഫോളോയിങ് പ്രോഡക്ട്സ്. താഴ്ന്നിരിക്കുന്ന രണ്ട് മെട്രിക്സിന്റെ പ്രോഡക്റ്റ് കാണാനാണ്. അവിടെ രണ്ട് മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. രണ്ട് മെട്രിക്സ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ എന്താണ് നമ്മൾ പറഞ്ഞതാണ്. ഫസ്റ്റ് മെട്രിക്സിന്റെ കോളത്തിന്റെ എണ്ണവും സെക്കൻഡ് മെട്രിക്സിന്റെ റോയുടെ എണ്ണം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇവിടെ നോക്കിയോടെ എത്ര റോ ഉണ്ട്? ഫസ്റ്റ് മെട്രിക്സിന് 1 2 രണ്ട് കോളം ഉണ്ട്. സെക്കൻഡ് മെട്രിക്സിന് എത്ര റോ ഉണ്ട്? 1 2 രണ്ട് റോ. ഫസ്റ്റ് മെട്രിക്സിന്റെ കോളത്തിന്റെ എണ്ണവും സെക്കൻഡ് മെട്രിക്സ് റോയുടെ എണ്ണം എന്താ? സെയിം ആണ്. സോ ഈ രണ്ട് മെട്രിക്സ് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയും. ഇനി എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഒരു ദിവസം നമ്മൾ ചെയ്താണ്. ഒന്നുകൂടെ നോക്കുക. ആദ്യം ഫസ്റ്റ് റോ കൊണ്ട് രണ്ട് കോളത്തെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് റോ കൊണ്ട് രണ്ട് കോളത്തെയും മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കുക.
ഫസ്റ്റ് റോയിൽ ആദ്യത്തെ എലമെന്റ് എ ഇൻറ്റു എ ദെൻ പ്ലസ് ഈ സെക്കൻഡ് എലമെന്റ് ഉണ്ട് ഫസ്റ്റ് കോളത്തിലെ സെക്കൻഡ് എലമെന്റിനെ ബി ഇൻറ്റു ബി കറക്റ്റ് അല്ലേ? എ ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു ബി. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തെ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യണം. എ ഇൻറ്റു മൈനസ് ബി പ്ലസ് ബി ഇൻറ്റു എ ഫസ്റ്റ് റോ കൊണ്ട് നമ്മൾ രണ്ട് കോളത്തെ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുപോലെ സെക്കൻഡ് റോ കൊണ്ട് രണ്ട് കോളത്തെയും മൾട്ടിപ്ലൈ ചെയ്യണം. സെക്കൻഡ് റോ ആദ്യത്തെ എലമെന്റ് മൈനസ് ബി ഇൻറ്റു എ പ്ലസ് എ ഇൻറ്റു ബി. ഫസ്റ്റ് കോളം കഴിഞ്ഞു. സെക്കൻഡ് കോളം മൈനസ് ബി ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു എ then a into a എന്താ? a സ്ക്വയർ അല്ലേ? a into a സ്ക്വയർ പ്ലസ് b into b സ്ക്വയർ. a into മൈനസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് എ ബി പ്ലസ് എ ഇൻറ്റു ബി a into മൈനസ് ബി മൈനസ് എ ബി പ്ലസ് എ ഇൻറ്റു ബി മൈനസ് ബി ഇൻറ്റു മൈനസ് ബി സ്ക്വയർ പ്ലസ് എ ഇൻറ്റു എ സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി പ്ലസ് എ ബി എന്താ? സീറോ അല്ലേ? മൈനസ് എ ബി പ്ലസ് എ ബി സീറോ. അതുപോലെ ഇവിടെ മൈനസ് എ ബി പ്ലസ് എ ബി സീറോ. അടുത്തത് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാമല്ലോ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? ഇത് നോക്കേ, ഇതിന്റെ മെയിൻ ഡയഗണൽ എലമെന്റ് ഇതാ, ശരിയല്ലേ? ബാക്കി രണ്ട് എലമെന്റ് എന്താ? സീറോ. ഡയഗണൽ എലമെന്റ് ഒഴികെയുള്ള എലമെന്റ് സീറോ ആണെങ്കിൽ എന്ത് മെട്രിക്സ് ആണ്? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ എന്ത് മെട്രിക്സ് ആ? ഡയഗണൽ മെട്രിക്സ് ആണ്, ശരിയല്ലേ? ഡയഗണൽ എലമെന്റ് സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? സ്കെയിലാർ മെട്രിക്സ് എന്ന് വിളിക്കും. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന രണ്ട് മെട്രിക്സിന്റെ പ്രോഡക്റ്റ് ആണ് നമുക്ക് ആൻസർ കിട്ടിയത്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. ഫസ്റ്റ് മെട്രിക്സ് എത്ര കോളം ഉണ്ട്? 1 2 രണ്ട് കോളം ഉണ്ട്. സെക്കൻഡ് മെട്രിക്സിന് രണ്ട് റോ ഉണ്ട്. കോളത്തിന്റെ എണ്ണവും റോയുടെ എണ്ണവും സെയിം ആണ്. സോ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ആദ്യം ഫസ്റ്റ് റോ ഉണ്ട് ഫസ്റ്റ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യണം. 1 into 1 എത്ര? 1 പ്ലസ് മൈനസ് 2 into 2 മൈനസ് 4. അപ്പോൾ ഫസ്റ്റ് റോ ഉണ്ട് ഫസ്റ്റ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഫസ്റ്റ് റോ ഉണ്ട് സെക്കൻഡ് കോളം 1 into 2 പ്ലസ് മൈനസ് 2 into 3 മൈനസ് 6. ഫസ്റ്റ് റോ ഉണ്ട് സെക്കൻഡ് കോളം കഴിഞ്ഞു. ഇനി ഫസ്റ്റ് റോ ഉണ്ട് തേർഡ് കോളം 1 into 3 പ്ലസ് മൈനസ് 2 into 1 മൈനസ് 2. ഫസ്റ്റ് റോ കൊണ്ട് മൂന്ന് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ സെക്കൻഡ് റോ കൊണ്ട് മൂന്ന് കോളത്തെയും മൾട്ടിപ്ലൈ ചെയ്യണം. 2 into 1 2 പ്ലസ് 3 into 2 6. അടുത്ത 2 into 2 4 പ്ലസ് 3 into 3 9. നെക്സ്റ്റ് 2 into 3 6 പ്ലസ് 3 into 1 3. രണ്ട് റോ കൊണ്ടും മൂന്ന് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇത് ആഡ് ചെയ്താൽ മതി. 1 പ്ലസ് മൈനസ് 4 മൈനസ് 3 2 plus minus 6 minus 4 3 plus minus 2 1 2 plus 6 8 4 plus 9 13 6 plus 3 9. ഓക്കെ, ക്ലിയർ ആയോ? മൾട്ടിപ്ലിക്കേഷൻ മനസ്സിലായല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് x and y if x plus y equal to first row 7 0 second row 2 5. X minus y equal to first row 3 0 second row 0 3. നമുക്ക് എക്സിന്റെ വൈയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ തന്നിട്ടുണ്ട്, എക്സ് മൈനസ് വൈയും തന്നിട്ടുണ്ട്. നമ്മൾ എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഇത് നമുക്ക് ഇക്വേഷൻ 1 എന്ന് വിളിക്കാം, ഇതിനെ നമുക്ക് ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. നമ്മൾ ആദ്യം ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2, ഇക്വേഷൻ 1 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് പ്ലസ് എക്സ്, എക്സ് പ്ലസ് എക്സ് എന്താ? 2x അല്ലേ? എക്സ് പ്ലസ് എക്സ് 2x. വൈ പ്ലസ് മൈനസ് വൈ, വൈ മൈനസ് വൈ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0. അപ്പോൾ വൈ മൈനസ് വൈ ആഡ് ചെയ്യുമ്പോൾ വൈ മൈനസ് വൈ ക്യാൻസൽ ആയിപ്പോയി. ബാലൻസ് എന്തേ ഉള്ളൂ? 2x ഉള്ളൂ. ഈക്വൽ ഇതുപോലെ റൈറ്റ് സൈഡും ആഡ് ചെയ്യുക. രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യാൻ എളുപ്പമാണ്. കറസ്പോണ്ടിങ് എലമെന്റ്സ് അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പോൾ 7 plus 3 10 0 plus
plus 0, 0. 2 plus 0, 2. 5 plus 3, 8. നമുക്ക് എന്ത് കിട്ടി? 2x equal to first row 10, 0, second row 2, 8. നമുക്ക് x ആണ് കണ്ടുപിടിക്കേണ്ടത്. x equal to ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയല്ലേ, റൈറ്റ് സൈഡിൽ പോകുമ്പോൾ എന്താ? ഡിവൈഡ്. അപ്പോൾ 10/2 എത്ര? 5. 0/2 0. 2/2 1. 8/2 4. നമുക്ക് x കിട്ടിയില്ലേ? നമുക്ക് എന്താ വേണ്ടത്? നമുക്കിനി y ആ വേണ്ടത്. y എങ്ങനെ കണ്ടുപിടിക്കും? രണ്ട് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അപ്പൊ ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കൂടെ മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? x മൈനസ് എക്സ് ക്യാൻസൽ ആയി പോകും. y മൈനസ് മൈനസ് y ആണ്. y മൈനസ് y എത്ര? 2y. y മൈനസ് y 2y. 2y ഈക്വൽ ടു ഈ രണ്ട് മെട്രിക്സ് തമ്മിൽ മൈനസ് ചെയ്യണം. 7 മൈനസ് 3 4. 0 മൈനസ് 0 0. 2 minus 0, 2. 5 minus 3, 2. നമുക്ക് 2y കിട്ടി. നമുക്ക് y ആണ് വേണ്ടത്. 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഡിവൈഡ് ചെയ്യണം. 4/2 2. 0/2 0. 2/2 1. 2/2 1. നമുക്ക് x കിട്ടി, y കിട്ടി. മനസ്സിലായല്ലേ? ഓക്കെ അല്ലേ? ഇന്ന് നമ്മൾ ചെയ്തത് മെട്രിക്സ് അഡിഷനും ഡിഫറൻസും മൾട്ടിപ്ലിക്കേഷനുമാണ്. ഇതിൽ അഡീഷണൽ ഡിഫറൻസ് വളരെ സിമ്പിൾ ആണ്. മൾട്ടിപ്ലിക്കേഷനുള്ള ചെറുതായിട്ടൊരു ടഫായിട്ട് തോന്നുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്കത് ക്ലിയർ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.